ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വാർണർ ബ്രോസ് പിക്ചേഴ്സൊക്കെ ഭയങ്കര നെറ്റ്ഫ്ലിക്സൊക്കെ പോലെ തന്നെ നല്ല ഒരു ഗുമ്മായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടൊക്കെ നമുക്ക് തരും. അതേസമയത്തിന് നല്ല പ്ലോട്ടും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പല പടങ്ങളും പ്ലോട്ടില്ലാതെ പോയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും അതുപോലെ ഭയങ്കര ഗുമ്മായിട്ടൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ പോയി എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് മിക്കി 70. സോ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ഒക്കെ ഉള്ള പടമാണ്. അപ്പോൾ മിക്കി 70നെ പറ്റി പറയാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഭൂമിയിലെ ഇഷ്യൂസ് ഒക്കെ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നൊക്കെ മറ്റു ഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ഒരു ഗ്രഹത്തിൽ പോയതിന് ശേഷം ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതും ഹ്യൂമൻസിൻ്റെ ആ ഒരു ഇവല്യൂഷൻ, എന്താ പറയുക, അവരുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ്സ് അതെന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും ഒരു സയൻസ് ഫിക്ഷൻ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ടച്ചിലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളൊരു പടമാണ് ഈ മിക്കി 70 എന്ന് പറയുന്നത്. ഇതിനൊരു ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽ തരുന്നില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. മൊത്തത്തിലൊരു 5 നമുക്ക് കൊടുക്കാൻ പറ്റുക. സോ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. ആവറേജ് എക്സ്പീരിയൻസ് വരുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു പടമാണ് മിക്കി 70.